നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ വേൾഡ് കപ്പിലെ ആദ്യ പോരാട്ടത്തിൽ ആഫ്രിക്കൻ വമ്പന്മാരായ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ലിയോ മെസ്സിയും സംഘവും തോൽപ്പിച്ച് ഈ വേൾഡ് കപ്പും രാജകീയമായി തന്നെ തുടങ്ങിയത്. അതിൽ 39-കാരനായ ലിയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിലായിരുന്നു അർജന്റീനയുടെ വിജയം. അൾജീരിയക്കെതിരായുള്ള ഈ പോരാട്ടത്തിൽ 39-കാരനായ ലിയണൽ മെസ്സിയുടെ ഭാഗത്ത് നിന്ന് ഫുട്ബോൾ ലോകത്തെ വീണ്ടും അതിശയിപ്പിക്കുന്ന പ്രകടനമാണ് ഉണ്ടായത്. അദ്ദേഹം തന്നെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മത്സരത്തിലുടനീളം മിന്നും പ്രകടനം നടത്തിയ ലിയണൽ മെസ്സിയെ ഫുട്ബോൾ ലോകം വാനോളം പ്രശംസിച്ചു. എന്നാൽ മത്സരശേഷം വൻ വിവാദമാണ് ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ ആദ്യ ഗോൾ നേടി മത്സരത്തിന്റെ 30 മിനിറ്റ് പ്രായമാകുമ്പോൾ ലിയണൽ മെസ്സി അൾജീരിയൻ താരമായ എസ്ഐ മാൻഡിയുടെ അടുത്തേക്ക് ഹൈ പ്രസിംഗിന് പോകുന്നുണ്ട്. അദ്ദേഹം തിരിഞ്ഞു നിൽക്കുന്നതിനിടെ ലിയണൽ മെസ്സിയും അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. അങ്ങനെ മെസ്സി അദ്ദേഹത്തെ ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നു. ഉടൻ തന്നെ റഫറി ഫൗൾ വിളിക്കുന്നു. എന്നാൽ മത്സരശേഷം ഈ സംഭവത്തിലായിരുന്നു വലിയ വിവാദങ്ങൾ നടന്നത്. കാരണം ഈ ഫൗള് ടെറിബിൾ ഫൗളാണെന്നും അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ പിൻഭാഗത്ത് ലിയണൽ മെസ്സി ചവിട്ടിയിട്ടുണ്ടെന്നും ഇത് ഡയറക്റ്റ് റെഡ് കാർഡ് നൽകേണ്ട ഫൗളാണെന്നും പിന്നീട് ഫുട്ബോൾ ലോകത്ത് പല സൂപ്പർ താരങ്ങളും പല ഫുട്ബോൾ ജേർണലിസ്റ്റുകളും അഭിപ്രായപ്പെടുകയുണ്ടായി. അത് മെസ്സി അല്ലാത്തൊരു താരമാണെങ്കിൽ റെഡ് കാർഡോ അല്ലെങ്കിൽ യെല്ലോ കാർഡോ നൽകുമായിരുന്നെന്നും പലരും വിലയിരുത്തി. മെസ്സി ആയതുകൊണ്ടാണ് അവിടെ കാർഡ് നൽകാതിരുന്നതെന്നും പറഞ്ഞു. എന്നാൽ ചില കൂട്ടർ പറഞ്ഞത് ആ ലിയണൽ മെസ്സിയുടെ ഫൗൾ നിങ്ങൾ വീണ്ടും സൂക്ഷിച്ചു കാണുക, മെസ്സി അദ്ദേഹത്തെ ചവിട്ടി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ലിയണൽ മെസ്സി അപ്രതീക്ഷിതമായുള്ള നീക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് അദ്ദേഹത്തിൻ്റെ പിൻഭാഗത്ത് കൊള്ളുന്നതായി നമുക്ക് കാണാമെന്ന് തിയറി ഹെൻറിയും അഭിപ്രായപ്പെട്ടിരുന്നു. മനഃപൂർവ്വമല്ലാത്ത ഫൗളാണെന്ന് മറ്റു പലരും അഭിപ്രായപ്പെട്ടു. റെഡ് കാർഡോ അല്ലെങ്കിൽ ഒരു യെല്ലോ കാർഡെങ്കിലും നൽകണമായിരുന്നെന്ന് മറ്റു പലരും പറയുന്നു. ഇപ്പോൾ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് അർജന്റീനയ്ക്കെതിരെ കളിച്ച എതിരാളികളായ അൾജീരിയ. നിലവിൽ അർജന്റീന അൾജീരിയ മത്സരശേഷം പരാതിയുമായി ഫിഫയെ സമീപിച്ചിരിക്കുകയാണ് അൾജീരിയൻ ഫെഡറേഷൻ. റഫറി മാർസിനിയാക്കിൻ്റെ 2 തീരുമാനങ്ങളെ ചോദ്യം ചെയ്താണ് പരാതി നൽകിയത്. 32-ാം മിനിറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞ മാഗ്നിക്കെതിരെയുള്ള ലിയണൽ മെസ്സി നടത്തിയ ഫൗൾ. മറ്റൊന്ന് മത്സരത്തിൻ്റെ 74-ാം മിനിറ്റിൽ അൾജീരിയൻ താരം മാസക്കെതിരെ അർജന്റീനയുടെ മധ്യനിര താരമായ അലക്സിസ് മാക്കലിസ്റ്റർ നടത്തിയ കൈമുട്ട് കൊണ്ടുള്ള ആക്രമണം. ഈ സംഭവത്തിലും റഫറി ഫൗൾ മാത്രമാണ് വിളിച്ചത്. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും ഇതിനെതിരെയും അൾജീരിയ ഫിഫക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. റഫറിയുടെ ഈ 2 തീരുമാനങ്ങൾ മത്സരത്തിന്റെ ഗതിയെയും ഫലത്തെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് അൾജീരിയൻ ഫെഡറേഷൻ ഫിഫക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഫിഫ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയനിൽ ഈ 2 ഫൗളുകൾക്ക് കാർഡ് അർഹിക്കുന്നുണ്ടോ? എന്ത് കാർഡാണ് അർഹിക്കുന്നത്? ഏതായാലും ഫിഫയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം. ഫിഫയുടെ തീരുമാനം മെസ്സിക്കെതിരായി വന്നാൽ മെസ്സിക്ക് നിർണായക മത്സരങ്ങളിൽ പുറത്തിരിക്കേണ്ടി വരും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.